ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ മൈനസ് കൊസീക് സ്ക്വയർ തീറ്റ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് LHS എടുത്തെഴുതാം. LHS ഈക്വൽ ടു ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇതിൽ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ഡിവൈഡഡ് ബൈ ഇതെഴുതാം സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇനി നമുക്ക് ഈ ഭാഗം മാത്രം സോൾവ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ വേറെയാണ്, അതുകൊണ്ട് ഇത് ഇൻറ്റു സൈൻ തീറ്റ ചെയ്യാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ താഴെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ സ്ക്വയറും വെട്ടിപ്പോകും, കോസ് സ്ക്വയറും വെട്ടിപ്പോകും. ബാക്കിയുള്ളത് 1 ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റയാണ്. 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് RHS കിട്ടിയല്ലോ. ഹെൻസ് പ്രൂവ്ഡ്. Prove that sec theta minus tan theta equal to cos theta divided by 1 plus sin theta. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. RHSൽ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ LHS ആണ് എടുക്കുന്നത്. LHS ഈക്വൽ ടു sec theta മൈനസ് tan theta. sec theta എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ ആണ്. tan theta എന്ന് പറഞ്ഞാൽ sin theta ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇനി എൻ്റെ RHS നോക്കുവാണെങ്കിൽ ന്യൂമറേറ്ററിലാണ് ഒരു കോസ് തീറ്റ കിടക്കുന്നത്. അപ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊക്കത്തും താഴത്തും ഒരു കോസ് തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്നെഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇത് ഇവിടെ വെച്ച് വെട്ടിക്കളയരുത്. വെട്ടിയാൽ നമ്മൾ ബാക്കൗട്ടാണ് പോകുന്നത്. സ്റ്റെപ്പ് പിന്നെയും പഴയ പോലെ ആകും. അപ്പോൾ നമുക്ക് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇനി 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇതിനെനിക്ക് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇതിനെ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. 1 മൈനസ് സൈൻ തീറ്റ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്? കോസ് തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ. Prove that cos theta divided by 1 plus sin theta plus cos theta divided by 1 minus sin theta equal to 2 sec theta. നമുക്ക് ആദ്യം LHS എടുക്കാം. LHS equal to cos theta divided by 1 plus sin theta plus cos theta divided by 1 minus sin theta. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അത് നമുക്ക് സെയിം ആക്കാം. cos theta into 1 minus sin theta plus cos theta into 1 plus sin theta
ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ തന്നെ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്, പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്, വെട്ടിക്കളയാം. ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. ഇവിടെ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ആണുള്ളത്. അപ്പോൾ ഈക്വൽ ടു 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇതിൽ ഒരു കോസ് തീറ്റ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. 2 സീക്ക് തീറ്റ ഈക്വൽ ടു RHS. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan 70 ഡിഗ്രി ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് 2 tan 50 ഡിഗ്രി. ഇതിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഈ 70 കിട്ടണമെങ്കിൽ 20 പ്ലസ് 50 ആഡ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ LHSനെ tan 70 ഡിഗ്രി ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി എന്ന് എഴുതാം. ഇനി tan a പ്ലസ് ബിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b. അത് അപ്ലൈ ചെയ്യാം. അപ്പം ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് tan 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 20 tan 50. ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ tan 70 ഡിഗ്രി ഇൻറ്റു 1 മൈനസ് tan 20 tan 50 ഡിഗ്രി ഈക്വൽ ടു ബാക്കി ഇവിടെ എന്താണുള്ളത്? tan 20 ഡിഗ്രി പ്ലസ് tan 50 ഡിഗ്രി. tan 70 ഡിഗ്രി ഇൻറ്റു 1 tan 70 ഡിഗ്രി തന്നെ. tan 70 ഡിഗ്രി ഇൻറ്റു tan 20 ഡിഗ്രി ഇൻറ്റു tan 50 ഡിഗ്രി ഈക്വൽ ടു tan 20 പ്ലസ് tan 50. എനിക്ക് tan 20യെ tan 90 മൈനസ് 70 എന്ന് എഴുതാമല്ലോ. അപ്പോൾ tan 70 ഡിഗ്രി മൈനസ് tan 70 ഡിഗ്രി ഇൻറ്റു tan 90 മൈനസ് 70 ഡിഗ്രി ഇൻറ്റു tan 50 ഈക്വൽ ടു tan 20 പ്ലസ് tan 50. tan 90 മൈനസ് തീറ്റ കോഡ് തീറ്റയാണ്. അപ്പോൾ ഇതിനെനിക്ക് കോഡ് 70 എന്ന് എഴുതാം. tan 70 ഡിഗ്രി മൈനസ് tan 70 ഡിഗ്രി കോഡ് 70 ഡിഗ്രി tan 50 ഡിഗ്രി ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് tan 50 ഡിഗ്രി. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 1/tan 70 എന്നാണ്. അപ്പോൾ എനിക്കിത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം, അതിനെ എഴുതണ്ട. അപ്പോൾ tan 70 ഡിഗ്രി മൈനസ് tan 50 ഡിഗ്രി ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് tan 50 ഡിഗ്രി. ഇത് മൈനസ് ആണ്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയി മാറും. tan 70 ഡിഗ്രി ഈക്വൽ ടു tan 20 ഡിഗ്രി പ്ലസ് tan 50 പ്ലസ് tan 50 ടു tan 50 ഡിഗ്രി ഈക്വൽ ടു RHS. Prove that tan square a minus tan square b equal to sin square a minus sin square b divided by cos square a into cos square b. നമുക്ക് LHSൽ നിന്ന് തുടങ്ങാം. LHS ഈക്വൽ ടു tan square a മൈനസ് tan square b. tan എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ a ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ b ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ b. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല, അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ സ്ക്വയർ a ഇൻറ്റു കോസ് സ്ക്വയർ b മൈനസ് കോസ് സ്ക്വയർ a ഇൻറ്റു സൈൻ സ്ക്വയർ b ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് സ്ക്വയർ a ഇൻറ്റു കോസ് സ്ക്വയർ b. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഡിനോമിനേറ്റർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ സൈനിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെയുള്ള കോസുകളെല്ലാം എന്താണ്, സൈൻ ആക്കി മാറ്റാം. ഈക്വൽ ടു സൈൻ സ്ക്വയർ a ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ b മൈനസ് 1 മൈനസ് സൈൻ സ്ക്വയർ a ഇൻറ്റു
സൈൻ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ഇൻറ്റു 1 സൈൻ സ്ക്വയർ എ തന്നെ, ഇത് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ ബി സൈൻ സ്ക്വയർ ബി തന്നെ, മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ആകും. സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. സെയിം ടേംസ് ആണ്, ഓപ്പോസിറ്റ് സിമ്പലും ആണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ കോസ് സ്ക്വയർ ബി. അപ്പോൾ ബാക്കി എന്താണ് കിട്ടിയത്? സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ കോസ് സ്ക്വയർ ബി ഈക്വൽ ടു RHS. Prove that sin square 45 degree plus sin square 30 degree plus sin square 60 degree equal to 3/2. ഇതിനായിട്ട് നമുക്ക് sin 45, sin 30, sin 60യുടെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. LHS ഈക്വൽ ടു sin 45യുടെ വാല്യൂ 1/√2 ആണ്, 1/√2 സ്ക്വയർ പ്ലസ് sin 30യുടെ വാല്യൂ 1/2 ആണ്, 1/2 സ്ക്വയർ പ്ലസ് sin 60യുടെ വാല്യൂ √3/2. അതിൻ്റെ സ്ക്വയർ എടുക്കാം. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് √3യുടെ സ്ക്വയർ 3, 2ൻ്റെ സ്ക്വയർ 4. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 1/2 പ്ലസ് ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ 1 + 3 4, 4/4 എന്ന് എഴുതാം. 1/2 പ്ലസ് 4/4 1 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 + 2/2 എന്ന് കിട്ടും, ഈക്വൽ ടു 3/2.